ഞാൻ ഒരിക്കൽ കേട്ടിട്ടുണ്ട് പുലിമുരുകനില് നമ്മുടെ ഡാഡി ഗിരിജയ്ക്ക് വോയിസ് കൊടുക്കാൻ ബാലേട്ടനെയാണ് വിളിച്ചെന്നുള്ളത്. പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകൻ വൈശാഖ് സത്യം പറഞ്ഞ എന്റെ നാട്ടുകാരനാണ്. അപ്പോ എന്റെ നാട്ടുകാരൻ എന്റെ ഗ്രാമത്തിൽ തന്നെ ഉണ്ടായ കുട്ടിയാണ്. പിന്നീടാണ് മലയാള സിനിമയിലെ മിടുക്കനായിട്ടുള്ള സംവിധായകനായിട്ട് പറയാം. അപ്പൊ ഒരു ദിവസം വൈശാഖാണ് എന്നെ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ ബാലേട്ട ഇങ്ങനെ പുലിമുരുകൻ എന്ന് പറയുന്ന സിനിമയിലെ ഡാഡി ഗിരിജ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്, അതിന് വോയിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാലേട്ടൻ വരണം. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഡബ്ബിങ്ങിന് താല്പര്യം അല്ല, ബാലേട്ടൻ അറിയാത്തതുകൊണ്ട് ഒന്ന് വാ എന്ന് പറഞ്ഞു. അങ്ങനെ അവസാനം വൈശാഖിന്റെ പിന്നെ ക്ഷണപ്രകാരം ഞാൻ തലേ ദിവസം എന്റെ ലാപ്ടോപ്പിൽ ഈ ഡാഡി ഗിരിജയുടെ പിന്നെ ക്യാരക്ടേഴ്സും അതിന് മുമ്പ് അദ്ദേഹം ബാബു അഭിനയിച്ചിട്ടുള്ള നിരവധി വേഷങ്ങളൊക്കെ നോക്കുമ്പോൾ ലിപ്പൊക്കെ ഒക്കെയാണ്, വളരെ സ്ലോ ആണ്, നമുക്ക് കൊടുക്കാൻ പാകത്തിലുള്ളതാണ് എന്നൊക്കെ കണ്ട് ഞാൻ പോയി വിസ്മയ സ്റ്റുഡിയോയിൽ എത്തുന്നു. വൈശാഖും ടീം അംഗങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ നേരെ പോയപ്പോൾ പുലിമുരുകനില് ഈ പുതച്ചിട്ട് വരുന്ന ഒരു സീൻ ഉണ്ടല്ലോ, ഒരു കമ്പിളി പുതപ്പ് വെച്ചിട്ട്, അപ്പൊ വന്നിട്ട് ഇങ്ങനെ മുരുകനെ കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ ഡയലോഗുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഗംഭീരമായിട്ട് 10-45 മിനിറ്റ് ചെയ്തു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം വന്നു. പക്ഷെ കുട്ടിക്കാലം ഞാൻ നോക്കുമ്പോ വീണ്ടും ഷാർപ്പാണ് വോയിസ്, ഭയങ്കര മാടത്തിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോ എനിക്ക് എന്തുകൊണ്ടോ എന്നറിയില്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നൽ വന്നു. മറ്റതൊക്കെ ഞാൻ ഒറ്റ ടേക്കിലും 2 ടേക്കിലും എടുത്തു. ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന ആളാണെന്ന് ആലോചിക്കണം. പക്ഷെ ഇവിടെ എത്തുമ്പോൾ 2-3 ടേക്ക് എടുക്കുമ്പോൾ തന്നെ എന്റെ ഒരു കോൺഫിഡൻസ് രേഷ്മയെ പോലെ പെട്ടെന്ന് പോയി. അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങി, ഞാൻ വൈശാഖോട് പറഞ്ഞു എനിക്ക് പറ്റുന്നത്. അപ്പൊ വൈശാഖോട് ഒന്നുകൂടി ട്രൈ ചെയ്ത് പലയിട്ടും പറ്റും, ഞാൻ ഒന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ സിനിമാ തിയേറ്ററിൽ ഡാഡി ഗിരിജ നിറഞ്ഞാടിയപ്പോൾ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം എനിക്ക് തോന്നി, ചെയ്യാമായിരുന്നു എന്ന്.